ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലൂസ് റാൻഡം ടെക്. RC കാർ ആൻഡ് ബൈക്ക് ഉണ്ടാക്കാൻ ക്രേസ് ഉള്ളവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉപയോഗശൂന്യമായ ഒരു പെൻ വെച്ച് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒരു മിനി സസ്പെൻഷൻ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പ്ലാൻ വരച്ചുണ്ടാക്കാം. അപ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടും ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, പിന്നെ എത്ര വലുപ്പത്തിൽ വേണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു വ്യക്തമായ ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പാർട്ടായിട്ട് തന്നെ ഉണ്ടാക്കാം. ഒരു ടോപ്പ് എൻഡും അതുപോലെ ഒരു ബോട്ടം എൻഡും. അപ്പോൾ ഇതുപോലെ ഒരു പെന്നെടുക്കുക, മഷി തീർന്ന പഴയ പെന്നെടുക്കുക. എന്നിട്ട് അതുപോലെ ഇതിൻ്റെ റീഫില്ലർ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് ഇതിനു വേണ്ടി. ഓക്കെ, ഇതിൻ്റെ അറ്റത്തുള്ള ഈ ഒരു പാർട്ടാണ് നമ്മളൊരു എൻഡിൽ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നല്ലപോലെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഇതുപോലെ ഒരു അയൺ പീസ് കൂടി കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ആ ഒരു റീഫില്ലറിൻ്റെ ആ ഒരു പാർട്ടിലേക്ക് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. മറ്റേ ആ കമ്പിയുടെ ആ ഒരു ലെങ്ത്തൊക്കെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിലേക്ക് ഒരു പഴയൊരു പെന്നിൽ നിന്ന് എടുത്ത ഒരു സ്പ്രിങ് കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ട് വാഷറിൻ്റെ ആവശ്യം കൂടിയുണ്ട്. സ്പ്രിങ്ങിൻ്റെ രണ്ട് എൻഡിലും വെക്കാൻ വേണ്ടിയാണ് ആ വാഷർ. അപ്പോൾ സ്പ്രിങ് നല്ലപോലെ ഒട്ടി നിൽക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പെന്നിൻ്റെ ഈ ഗ്രിപ്പ് ഉണ്ടല്ലോ, റബ്ബർ ഗ്രിപ്പ്, അപ്പോൾ ഇത് കട്ട് ചെയ്ത് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ആ വാഷർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ വാഷർ എടുത്തിട്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണല്ലോ സസ്പെൻഷൻ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു എൻഡിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക, അത് നല്ലപോലെ ടൈറ്റാക്കി വെക്കുക. എന്നിട്ട് അതിൽ നമ്മളെടുത്ത ആ ഒരു സ്പ്രിങ് കൂടി ഇട്ട് കൊടുക്കുക. അതിങ്ങനെ അപ്പോൾ ആ കമ്പി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പ്രിങ്ങിൻ്റെ ഒരു 3/4 ലെങ്ത്ത് വെച്ച് അത് കട്ട് ചെയ്യുക. ഓക്കെ, ഇനി അപ്പോൾ ഒരു എൻഡ് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റേ എൻഡ് കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഇതുപോലെ റീഫില്ലർ ഇട്ട് നമ്മളുണ്ടാക്കിയ മറ്റേ വാഷർ കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അളവ് നോക്കാം. അതായത് ആ സ്പ്രിങ്ങിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഹാഫാണ് നമുക്ക് ആ ഒരു റീഫില്ലറിന് എടുക്കേണ്ടത്. അതായത് അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ എടുക്കുക. പിന്നെ ആ ഒരു ബ്ലാക്ക് പീസ് അത് ഞാൻ പെന്നിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുത്തൊരു പീസാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്പ്രിങ്ങിൻ്റെ ഹാഫ് ലെങ്ത്തിൽ ആ റീഫില്ലർ കൂടി വെച്ച് ആ ഒരു എൻഡ് കൂടി ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചാണ് ഞാനിത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആവശ്യമില്ലാത്ത ആ റീഫില്ലറിൻ്റെ എക്സ്ട്രാ ലെങ്ത്തൊക്കെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനിയിപ്പോൾ റീഫില്ലറിൻ്റെ തന്നെ ഇതുപോലെ രണ്ട് സർക്കിളിൽ കട്ട് ചെയ്തെടുക്കാം, ചെറിയ പീസ്. എന്നിട്ട് നമ്മുടെ ആ ഒരു ടോപ്പ് എൻഡിലും ബോട്ടം എൻഡിലും അത് ഒട്ടിച്ചു കൊടുക്കണം. ആ ഒരു ബിയറിങ്ങിൻ്റെ സെക്ഷനാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ RC മിനി സസ്പെൻഷൻ സിസ്റ്റം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ RC കാറൊക്കെ ഉണ്ടാക്കുന്നവർ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. ഇത് നമ്മുടെ സ്കൂട്ടറിൻ്റെ ഒക്കെ ഫ്രണ്ട് സസ്പെൻഷനാണ്. അപ്പോൾ അതുമായി കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.